ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ ഡീപ്പിൻ പ്രൊജക്റ്റാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സൊലാന നെറ്റ്വർക്കിൽ വരുന്ന 375 AI എന്ന് പറഞ്ഞിട്ടുള്ള മൂവ് ടു ഏൺ കൺസെപ്റ്റിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഈ ഒരു മൂവ് ടു ഏൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിക്കൊണ്ട് മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പുള്ള പ്രൊജക്റ്റാണ്. അപ്പം നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളിത് ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മൾ സുയിയിൽ വരുന്ന ചിർപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രൊജക്റ്റും കൂടെ നിങ്ങൾ മാക്സിമം ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ എല്ലാവിധ ലിങ്കുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എപ്പോഴും പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ടെലഗ്രാമിലാണ് ഇടാറ്. സോ ടെലഗ്രാമിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പം സമയം വൈകാതെ എങ്ങനെ ഈ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് നമുക്ക് ഫാം ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം. ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫാൻറ്റം വാലറ്റ് ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫാൻറ്റം വാലറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫാൻറ്റം വാലറ്റ് തുറക്കുക. ഫാൻറ്റം വാലറ്റ് നിങ്ങൾ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ ചെല്ലുമ്പം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഡെവലപ്പർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നമ്മളതിൽ ടെസ്റ്റ് നെറ്റ് മോഡ് ഓൺ ആക്കിയിടാനായിട്ട് പോവാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് ഫേസിലാണ് റൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റിവാർഡായിട്ട് ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. സോ മെയിൻ നെറ്റ് വരുമ്പോൾ നമുക്ക് റിയൽ ക്രിപ്റ്റോ ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ 375 AI ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ആക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് 375 ഗോ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാലറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫാൻറ്റം വാലറ്റ് വരുന്നതായിരിക്കും. ഫാൻറ്റം വാലറ്റിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരു സൈൻ ഇൻ മെസ്സേജും കൂടെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാൻറ്റം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സീഡ് ഫേസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിലൊന്നും അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കാനുള്ള ഒരു സെഷൻ വരുന്നതായിരിക്കും. സോ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ കോഡ് ഉപയോഗിക്കുക. അതിനുശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫേസിലേക്ക് പോകുന്നതായിരിക്കും. അത് നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. UR in ലൈൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. സോ ഇത് മാറുന്ന സമയത്തെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇൻവിറ്റേഷൻ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ തന്നെ ഇത് മാറി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ UR in ലൈൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാറുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ എപ്പോഴൊക്കെ പുറത്ത് പോകുന്നോ, നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ ബസ്സിൽ പോകുന്ന സമയത്തോ ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓണാക്കി ഇടുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും. അതിനനുസരിച്ച് നമുക്കിവിടെ ഹെക്സസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി എത്രത്തോളം ഹെക്സസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഓൾറെഡി ചിർപ്പ് ചെയ്യുന്നതാണ്. ചിർപ്പിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തു വെക്കുക. ഇനിയും നിങ്ങൾ ചിർപ്പ് എയർ ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ടോക്കൺസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് കാണാനായിട്ട് പറ്റും. ഇവർ ബേസിക്കലി ഓരോ വീക്കിലും ഓരോ എപ്പോച്ച് വെച്ചിട്ടാണ് നടത്തുന്നത്. കറൻ്റ്ലി ഇവിടെ എപ്പോച്ച് 5 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എപ്പോച്ച് കഴിയുന്ന സമയത്ത് എത്രത്തോളം ടോക്കൺസ് കിട്ടിയെന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം എനിക്ക് നോക്കിയിട്ട് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പം താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു പ്രൊജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എത്രത്തോളം പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.